ഗോവിന്ദചാമിയുടെ ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും കേട്ട് ഞെട്ടിയവരുടെ കൂട്ടത്തിൽ ഞാനുമുണ്ട്. എന്നാൽ അത് AI വീഡിയോ ആണെന്ന് അറിയാൻ ഒരല്പം താമസം വന്നു. ഒന്നിനു പുറകെ ഒന്നായി വീഡിയോസ് വന്നപ്പോഴാണ് സംശയം തോന്നിയത്. ആദ്യത്തെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിശ്വസിച്ചു, വളരെ മനോഹരമായിട്ട് ഗോവിന്ദചാമി ഇംഗ്ലീഷ് സംസാരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു ബസ് ഡ്രൈവർ ഒരു ബൈക്കുകാരനെ തട്ടിയിട്ട് പറയുന്നു, ഞങ്ങൾ പ്രൈവറ്റ് ബസ്സുകാരാണ്, രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടമാണ്. ചില നിമിഷങ്ങൾക്കുള്ളിൽ കമന്റുകൾ നിറഞ്ഞു. അദ്ദേഹത്തെയും വാഹനത്തെയും റോഡിനെയും ഒക്കെ ചീത്ത വിളിക്കുന്ന വീഡിയോസ് നമ്മൾ കണ്ടു. എന്നാൽ അതൊരു AI സൃഷ്ടിയായിരുന്നു. വലിയ ലോഡ് കയറ്റി ഒപ്പം ആളുകളെയും കയറ്റി അപകടകരമായ റോഡിലൂടെ പോയി പുഴയിലേക്ക് മറയുന്ന ഒരു ലോറിയുടെ ചിത്രം നമ്മൾ കണ്ടു. ആ വീഡിയോയും ഒരു AI നിർമ്മിതിയായിരുന്നു. കഴിഞ്ഞ ദിവസം അന്തരിച്ച VS, ഉമ്മൻചാണ്ടി എന്നിവരുടെ വീഡിയോയും AI-യിലൂടെ പുനഃസൃഷ്ടിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇന്ന് സത്യമേത് കള്ളമേതെന്ന് അറിയാൻ പറ്റാത്ത ഒരു സമയമാണ്. ചില നാളുകൾക്ക് മുമ്പ് എന്റെ സ്നേഹിതൻ അഖിലാവ് എഴുതിയൊരു പാട്ട് പോലെ ഒറിജിനൽ പോലും തോറ്റുമടങ്ങും AI ജെന്നിന്റെ കാലമാണ്. അപ്പൊ അതുകൊണ്ട് AI-യുടെ വീഡിയോകൾ വരുമ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കമന്റുകൾ അടിക്കുന്നതിന് മുമ്പ്, ഷെയർ ചെയ്യുന്നതിന് മുമ്പ്, സത്യമാണോ മിഥ്യയാണോ എന്ന് പ്രചരിപ്പിക്കുന്നതിന് മുൻപേ നമുക്ക് നമ്മുടെ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലാണ് ഇന്ന് കാര്യങ്ങൾ മിടുക്കന്മാര് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈബിൾ പറയുന്നൊരു വാക്യമുണ്ട്, സത്യം അറിയുക എന്നാൽ നിങ്ങൾ സ്വതന്ത്രരാകും. അപ്പൊ സത്യമാകുന്ന ദൈവത്തെ അറിയാൻ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. സത്യം അറിഞ്ഞ് മുന്നേറാം. പ്രതികരിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഒന്ന് കാത്തിരുന്നത് സത്യമാണോ മിഥ്യയാണോ എന്ന് മനസ്സിലാക്കി നമുക്ക് തുടരാം. ഇനി തെരഞ്ഞെടുപ്പ് വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ ഒട്ടനവധി വീഡിയോകൾ, നൂറുകണക്കിന് വീഡിയോസ് പ്രചരിക്കുമെന്നതിൽ സംശയമില്ല. അപ്പൊ നമുക്കൊരു കമന്റ് ഇടുന്നതിന് മുമ്പ്, നമ്മൾ അപഹാസ്യരായി തീരുന്നതിന് മുൻപേ നമുക്ക് സത്യം അറിയാനൊരു ശ്രമം നടത്താം. ഗോഡ് ബ്ലെസ് യു.